ഹലോ ഫ്രണ്ട്സ്, ഏറെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട തിരക്ക് മൂലം യൂട്യൂബ് നിർത്താമെന്നാണ് ഞാൻ കരുതിയത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസും വരാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് റവന്യൂവും ഇല്ല. അതുകൊണ്ട് യൂട്യൂബ് ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പലപ്പോഴായി ചില സബ്സ്ക്രൈബേഴ്സ് ഫോൺ വിളിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് വിളിച്ച ഒരു വ്യക്തി മൂലമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ജുനൈദ് എന്ന പേരുള്ള ആ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് സമയം കിട്ടുമ്പോഴെല്ലാം വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും, മാസത്തിൽ ഒരിക്കലെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായ എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ചെയ്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് തീർക്കാമെന്ന് കരുതുന്നു. സമയമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും കുറേ അനാവശ്യ കാര്യങ്ങൾ വലിച്ചു വാരി പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എവർനൈറ്റ് എന്ന സീരീസിൻ്റെ 2ാമത്തെ സീസണിലെ 18ാമത്തെ എപ്പിസോഡാണ് അവസാനമായി നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ 19ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ആ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് കുക്ക് ചെയ്ത പൊട്ടറ്റോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫൂസിയെയും നിങ്കയെയും സാങ്സാങ്ങിനെയും ഒക്കെയാണ്. കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതിനുശേഷം കാണിക്കുന്നത് മിങ്ചിയും താങ് അഡ്വൈസറും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണമാണ്. ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷൻ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ്റെ അധികാരി നിങ്കയാണ്. പക്ഷേ നിങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അവനിവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. അവനിവിടെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ നമ്മുടെ ഈ സ്ഥലത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മിങ്ചി നൈസായിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഫോർമേഷൻ സ്വന്തമാക്കാനാണ് മിങ്ചിയുടെ ശ്രമമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ക് വരികയല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്ന് താങ് അഡ്വൈസറും പറയുന്നു. എന്നിട്ടും അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ മിങ്ചി തയ്യാറായില്ല. ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അവൻ താങ് അഡ്വൈസറിനോട് ചോദിച്ചു. എന്നാൽ മിങ്ചിയുടെ ആ ശ്രമവും പാളിപ്പോയി. അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ് അഡ്വൈസർ അവൻ്റെ വായ അടപ്പിച്ചു. പിന്നെ സാങ്സാങ്ങും നിങ്കയും മറ്റും അവരുടെ ഹോം ടൗൺ ആയ താങ് സാമ്രാജ്യത്തിനടുത്ത് എത്തിയിരിക്കുന്നതായി കാണിക്കുന്നു. അവിടെ എത്തിയത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ഹാപ്പിയാണ്. ഫൂസി ഇതേ സമയം താനാണ് താങ് സിറ്റി ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ആ സമയത്ത് താൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്നൊക്കെ നിങ്കയോട് പറയുന്നു. ആ ഫോർമേഷൻ്റെ അധികാരി താനായി തീർന്നതിൽ ഇപ്പോൾ താൻ ഹാപ്പിയാണെന്നും നിങ്ക് ഇതേ സമയം പറയുന്നുണ്ട്. അതിനുശേഷം നടന്ന് അവർ ആ സിറ്റിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പോകുന്ന വഴിക്ക് നിങ്ക് ആലോചിക്കുന്നുണ്ട്, ഈ സംഭവങ്ങളൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ, എല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ അവരെല്ലാവരും എത്രമാത്രം ഹാപ്പി ആയിരുന്നാനേ. പിന്നെ കാണിക്കുന്നത് ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷൻ്റെ കീ ഫസ്റ്റ് ബ്രദറിൻ്റെയും സെക്കൻഡ് ബ്രദറിൻ്റെയും തേർഡ് സിസ്റ്ററിൻ്റെയും അടുത്തേക്ക് തിരികെ എത്തുന്നതാണ്. രാജാവിന് പരിക്കേറ്റപ്പോൾ രാജാവ് ഒരുപക്ഷെ ഇങ്ങോട്ടത് കൊടുത്തുവിട്ടതായിരിക്കണം. ഫൂസിയും തിരിച്ചെത്തിയെന്ന് ഫസ്റ്റ് ബ്രദറിന് മനസ്സിലാകുന്നു. എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, അവരുടെ ശക്തി ഉപയോഗിച്ചായിരിക്കണം. പിന്നെ അവരുടെ വീട്ടിൽ തിരിച്ചെത്തി കുക്ക് ചെയ്യുന്ന നിങ്കയാണ് കാണിക്കുന്നത്. നിങ്ക പറയുകയാണ്, മുമ്പൊക്കെ സാങ്സാങ് ആണ് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നിരുന്നത്. ഇപ്പോൾ ഞാനാണ് അവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യണം? ഫൂസി അപ്പോൾ പ്രത്യേക രീതിയിൽ മന്നിച്ച് നിൽക്കുന്ന സാങ്സാങ്ങിനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. സാങ്സാങ്ങിനെ നിരീക്ഷിച്ച് ഫൂസി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫൂസിയുടെ മുഖം സാങ്സാങ്ങിനെ നോക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് നല്ലവണ്ണം മാറുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ക ഇതേ സമയം ഫൂസിയോട് ചോദിക്കുന്നുണ്ട്, താങ് സ്റ്റേറ്റിനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി ഫൂസിക്ക് മാറ്റാമായിരുന്നില്ലേ എന്ന്. എന്നാൽ ഫൂസി അതിന് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്, കാരണം ഷീലിംഗ് ഇവിടെ ഇല്ലേ. താങ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയ്ക്ക് പവർഫുൾ ഒന്നുമല്ലായിരുന്നു. അതായത് ഇപ്പോഴുള്ള അത്രയും പവർഫുൾ ആയിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ആ നുണയന്മാരെയൊക്കെ താൻ കൊന്നാനേ എന്നാണ് ഫൂസി ഇതേ സമയം പറയുന്നത്. ഇതേ സമയം അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്ന പച്ചക്കറികൾ പ്രത്യേക തരത്തിൽ ആർത്തിയോടെ എടുക്കുന്ന സാങ്സാങ്ങിനെ കാണുമ്പോൾ അത് വാങ്ങി വെച്ച് നിങ്ക പറയുകയാണ്, അത് ഇതുവരെയും കുക്ക് ചെയ്തിട്ടില്ല. നീ കുക്ക് ചെയ്യാറുള്ളവളല്ലേ, നീ ഇതൊക്കെ എത്ര പ്രാവശ്യം കുക്ക് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സാങ്സാങ്ങിൻ്റെ ആ ഒരു പ്രവൃത്തിയും പ്രത്യേക രീതിയിലാണ് ഫൂസി നിരീക്ഷിക്കുന്നത്. പെട്ടെന്ന് തന്നെ നിങ്കയോട് ഫൂസി പറയുകയാണ്, നമുക്കിവിടെ നിന്ന് പോകാം. നിങ്ക പറയുകയാണ്, കുക്കിങ് കഴിയുകയാണ്, ഇപ്പോൾ തന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ പോരെ. എന്നാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഫൂസി അവരെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് എവിടേക്കാണ് ഇത്ര തിടുക്കം കൂട്ടി പോകുന്നതെന്ന് എനിക്ക് ഫൂസിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനും ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സാങ്സാങ് ആദ്യം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. കാരണം അവൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്മെല്ലൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും അവൾ ഇപ്പോൾ ഓർക്കുന്നില്ല, ആ സ്ഥലത്ത് ജീവിച്ചിരുന്നതാണെന്ന് പോലും.
അതിനുശേഷം നിങ്കയാണ് അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. നിങ്കയ്ക്കും കാര്യം മനസ്സിലാകുന്നു, അവൾക്ക് ഒന്നും ഓർമ്മയില്ല എന്ന്. നിങ്ക അപ്പോൾ ചിന്തിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെയും മറക്കുമോ എന്ന്. പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ബ്രദറിനെയും സെക്കൻഡ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും ഒക്കെയാണ്. ഫസ്റ്റ് ബ്രദർ ഇതേ സമയം പറയുന്നുണ്ട് ഫൂസിക്ക് ഭക്ഷണമൊന്നും വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല എന്ന്. സെക്കൻഡ് ബ്രദറും പറയുന്നുണ്ട് ഫൂസിക്ക് വൈനും വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല എന്ന്. അതിനുശേഷം അവർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഫൂസിക്കും നിങ്കയ്ക്കും ഒക്കെ അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ആശംസകളും നേരുന്നുണ്ട്. അവർ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ഇവർക്കറിയാം. അതുപോലെ തന്നെ ഇവരും എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. പിന്നെ വീണ്ടും ഫൂസിയെയും മറ്റുള്ളവരെയും ഒക്കെ കാണിക്കുന്നു. അവർ അക്കാദമിയെ ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൂസി പറയുകയാണ് താങ് സ്റ്റേറ്റ് വളരെ സ്ട്രോങ് ആയതിനു ശേഷം താങ് സ്റ്റേറ്റിനെ പറ്റിയൊന്നും ഞാൻ അന്വേഷിക്കാതെയായി. ഞാനാണെങ്കിൽ അക്കാദമിയുടെ കാര്യവും അതുപോലെ തന്നെ ആ കുടിയനെയും അറവുകാരനെയും അന്വേഷിച്ച് നടന്നു. ഫൂസി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ക ചോദിക്കുമ്പോൾ ഹെവൻലി ഗോഡിനെ പരാജയപ്പെടുത്താനാണെന്ന് ഫൂസി പറഞ്ഞു. അത് കേട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സാങ്സാങ്ങും അതേപോലെ തന്നെ നിങ്കയും ഒന്ന് ഞെട്ടുന്നുണ്ട്. സാങ്സാങ് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് നിങ്ക സാങ്സാങ് അതുവരെ പിടിച്ചുകൊണ്ടിരുന്ന ചെസ് ബോർഡിലെ കരുവിൻ്റെ നിറം ട്രാൻസ്പെറൻറ്റ് നിറമായിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് അവനും ഫൂസിയും ഒക്കെ നല്ലവണ്ണം ഒന്ന് ഞെട്ടുന്നുണ്ട്. സാങ്സാങ് ആകട്ടെ അത് തട്ടിപ്പറിച്ച് വാങ്ങുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവർ ഞെട്ടിയതെന്ന്. പിന്നെ ആ ചെസ് പോലത്തെ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന താങ് അഡ്വൈസറിനെയും മിങ്ചിയെയും കാണിക്കുന്നു. ആ കളി ഡ്രോയാകാൻ പോവുകയാണ്. വിട്ടുകൊടുക്കുന്നവർ പരാജയപ്പെടും. മിങ്ചിയോട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മിങ്ചി പറയുകയാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രോയാകുന്നത് വരെയും എത്തുന്നത്. എല്ലാ തവണയും മാസ്റ്ററിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് മാസ്റ്ററിൻ്റെ കൂടെ കളിച്ച് വിജയിക്കുന്നതിൻ്റെ ടേസ്റ്റ് തനിക്ക് അറിയണമെന്ന് മിങ്ചി പറയുമ്പോൾ താങ് അഡ്വൈസർ പറയുകയാണ് നീ വളർന്നിരിക്കുന്നു, ഇപ്പോഴാണ് നീ എനിക്ക് ഈക്വൽ ആയത്. മിങ്ചി അപ്പോൾ എളിമയോടെ പറയുന്നുണ്ട് അങ്ങ് അനുവദിച്ചതുകൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്നൊക്കെ. അതിനുശേഷം താങ് അഡ്വൈസർ രാജാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. മിങ്ചി അപ്പോൾ പറയുന്നത് വാർത്തയൊന്നും കിട്ടിയില്ല, പക്ഷേ ചില റൂമറുകൾ പ്രകാരം രാജാവിന് നല്ലവണ്ണം മുറിവേറ്റിട്ടുണ്ട്, ഏത് സമയം മരിക്കാം എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ റൂമറുകളാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ താങ് അഡ്വൈസർ ഞെട്ടി. അദ്ദേഹം അത് കേട്ട് ചോര തുപ്പുന്നത് പോലെ ചുമക്കുന്നു. മിങ്ചി അപ്പോൾ ആശ്വസിപ്പിച്ച് വിഷമിക്കേണ്ട, റെസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ താങ് അഡ്വൈസറിനെ ആശ്വസിപ്പിച്ച് മിങ്ചി അവിടെ നിന്ന് പോകുന്നു. മിങ്ചി പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കരിക്കുൾ ഉപയോഗിച്ച് എന്തൊക്കെയോ പ്രഡിക്ഷൻസ് താങ് അഡ്വൈസർ നടത്തുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ഭയാനകമായതുകൊണ്ടായിരിക്കാം പേടിച്ച് പെട്ടെന്ന് അവശനായി തീരുകയാണ് അദ്ദേഹം. ആ കരുക്കളെല്ലാം നിലത്ത് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വിഷമത്തോടെ പറയുന്നുണ്ട് ഇറ്റേണൽ നൈറ്റ് ഉടനെ തന്നെ വരാൻ പോവുകയാണ്, അത് എല്ലാവരെയും വിഴുങ്ങിക്കളയും. നിങ്കയും ഇതേ സമയം ഫൂസിയോട് ആ ചോദ്യം തന്നെ ചോദിക്കുന്നു ഇറ്റേണൽ നൈറ്റ് വരുമോ എന്ന്. ഫൂസി അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ക ചോദിക്കുന്നുണ്ട് ജ്ഞാനിയായ അങ്ങേക്ക് അത് അറിയില്ലേ എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഫൂസി ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ എല്ലാം അറിയുകയാണെങ്കിൽ എല്ലാം ബോറിംഗ് ആയിരിക്കില്ലേ. അതിനുശേഷം ഹെവൻലി ഗോഡിനെ പരാജയപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അത് കേട്ട് നിങ്കയും സാങ്സാങ്ങും ഒക്കെ ഞെട്ടുന്നുണ്ട്. നിങ്ക അപ്പോൾ പറയുകയാണ് അങ്ങനെയെങ്കിൽ ഹെവൻലി ഗോഡ് ആളുകളെ ഭക്ഷിക്കില്ല. പക്ഷേ അങ്ങ് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഹെവൻലി ഗോഡിനും അറിയാമോ? തീർച്ചയായും അറിയാമായിരിക്കുമെന്ന് ഫൂസി പറയുന്നു. അതുമാത്രമല്ല ഹെവൻലി ഗോഡ് ഇവിടെയുള്ള ചെറിയ ചെടികളിലെ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ക കിങ് ഓഫ് ഫേഡ് എത്രമാത്രം സ്ട്രോങ് ആണ്, അവന് അതിനെപ്പറ്റിയൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഫൂസി പറയുകയാണ് അതിന് കിങ് ഓഫ് ഫേഡ് എന്ന് പറയുന്ന ഒരാളില്ല. എന്നാൽ അത് എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ക ചോദിക്കുന്നു. ഫൂസി പറയുന്നത് പല സ്ഥലങ്ങളും സന്ദർശിച്ച് താൻ നരകതുല്യമായ ഒരു സ്ഥലം കണ്ടിട്ടില്ല എന്നും അതുപോലെ തന്നെ കിങ് ഓഫ് ഫേഡിൻ്റെ സാന്നിധ്യവും ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ നേരിട്ടതൊക്കെ വെറുതെയാണ്. ടിയാൻ കിങ് കരുതിയത് സാങ്സാങ്ങിൻ്റെ ഉള്ളിലുള്ള കിങ് ഓഫ് ഹെയ്ഡിനെയാണ് അവൻ സപ്രസ് ചെയ്തതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കിങ് ഓഫ് ഹെയ്ഡേ ഇല്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. നിങ്ക അപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ സാങ്സാങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടപ്പാടുകളോ അവളുടെ ഈ അവസ്ഥയോ? ഫൂസി അപ്പോൾ നിങ്കയോട് പറയുകയാണ് ബിഡി നിനക്ക് ഇപ്പോഴും അത് മനസ്സിലായില്ലേ, നീ ആ വഴിക്ക് ഇതുവരെയും ചിന്തിച്ചില്ലേ? ഡോട്ടർ ഓഫ് ഹെയ്ഡ് എന്ന് മുദ്ര കുത്തുന്നതിന് മുമ്പ് അവൾ ഡോട്ടർ ഓഫ് ലൈറ്റ് ആയിരുന്നു.
എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവൾ. അപ്പോഴാണ് നിൻകേക്കും കാര്യങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലായി വരുന്നത്. ഫൂസി തുടർന്ന് പറയുകയാണ്, ആദ്യം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചതാണ്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന സത്യമാണ്. പൂർണ്ണമായ പ്രകാശം എന്നത് പൂർണ്ണമായ അന്ധകാരം തന്നെയാണ്. ഇവൾ ഡോട്ടർ ഓഫ് ഫേഡ് അല്ല, പക്ഷെ അതുപോലെ അഭിനയിച്ചു എൻ്റെ ശക്തി അവളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ. മനുഷ്യരുടെ ലോകത്തിൻ്റെ ശക്തി എന്നത് എൻ്റെ ശക്തിയുടെ ഭാഗം തന്നെയാണ്. അത് അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ അഭിനയിച്ചത്. ഇതേ സമയം തന്നെ ഫൂസി അന്ന് സാങ്സാങ്ങിനെ രക്ഷിച്ച കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഇപ്പോൾ തൻ്റെ ഒരു ഭാഗമുണ്ട് എന്നാണ് ഫൂസി പറയുന്നത്. അന്ന് മുതൽ ഞാനും ഹെവൻലി ഗോഡുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ കാണിക്കുന്നത് സാങ്സാങ് ഹെവൻലി ഗോഡാണെന്ന് ഫൂസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എന്ന പല സന്ദർഭങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സാങ്സാങ് ഹെവൻലി ഗോഡ് തന്നെയാണ്. അവളുടെ ഉള്ളിൽ ഹെവൻലി ഗോഡുണ്ട്. പല അവസരങ്ങളിലും ഫൂസി അവളുടെ പ്രവൃത്തികൾ കണ്ട് അന്തം വിട്ടു നിന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഫൂസി അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നതെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന്. ഫൂസിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോലും ടേസ്റ്റ് മനസ്സിലാവാതിരുന്നത് അതുകൊണ്ടാണെന്ന് ഫൂസി പറയുന്നുണ്ട്. നിൻകെ കുക്ക് ചെയ്തു കൊടുത്ത ഭക്ഷണം ഫൂസി ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ ഫൂസിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഇതൊക്കെ സാങ്സാങ്ങും കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം അവളുടെ ഉള്ളിലാണ് ഹെവൻലി ഗോഡ് ഉള്ളത്. ഫൂസി തുടർന്ന് പറയുകയാണ്, 18 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊലയും അതേപോലെ തന്നെ സാങ്സാങ്ങിൻ്റെ ജനനവുമൊക്കെ ഞാൻ കണ്ടതാണ്. സാങ്സാങ്ങിനെ നിങ്ങൾ ആ യുദ്ധകളത്തിൽ നിന്ന് എടുക്കുന്നതും ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം എനിക്കപ്പോൾ മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ എല്ലാം വ്യക്തമായിരിക്കുന്നു. നിൻകയോട് ഫൂസി പറയുകയാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങളെ രക്ഷിക്കാൻ പല അവസരമുണ്ടായിട്ടും പല അവസരങ്ങളിലും നിങ്ങളെ ഞാൻ എന്തുകൊണ്ടാണ് രക്ഷിക്കാതിരുന്നതെന്നറിയാമോ? ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ കുറച്ച് അകലം പാലിക്കുകയായിരുന്നു. ഹെവൻലി ഗോഡിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി ഞാനും ഊഹിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ രക്ഷിക്കാനും വരാതിരുന്നത്. പക്ഷേ അവസാനം ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. എന്തായാലും ഞാനും ഈ ഭൂമിയിൽ ജീവിച്ച് മടുത്തിരിക്കുന്നു. ഹെവൻലി ഗോഡുമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ യുദ്ധം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത് എന്നെയും മനസ്സിലാക്കി, ഞാൻ അതിനെയും മനസ്സിലാക്കി. നിൻകയ്ക്ക് അത് കേട്ട് വിഷമമാകുന്നുണ്ട്. ഇതേ സമയം തന്നെ തൻ്റെ സ്ഥലത്ത് എന്തൊക്കെയോ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന PPയെയും കാണിക്കുന്നു. പെട്ടെന്ന് ഇടിമുഴക്കം പോലെയുള്ള എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ മുകളിലേക്ക് നോക്കുന്നതായും കാണിക്കുന്നു. ഫൂസിയും ഹെവൻലി ഗോഡും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കാൻ പോവുകയായിരിക്കണം. ഫൂസി പറയുകയാണ്, ഹെവൻലി ഗോഡ് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കണം. മനുഷ്യരെ അത് ഉറുമ്പുകളായിട്ടാണല്ലോ കാണുന്നത്. പക്ഷേ പറക്കുന്ന ഒരുപാട് ഉറുമ്പുകളുണ്ടെങ്കിൽ അവയെല്ലാം പറന്ന് മുകളിലേക്ക് പോയി ആകാശത്തെ മൂടി ഇരുട്ടുണ്ടാക്കും. നിൻകെ അപ്പോൾ ഫൂസിയോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ വിജയിക്കുമെന്ന കോൺഫിഡൻസ് നിനക്കുണ്ടോ? ഫൂസി അപ്പോൾ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പറയാൻ സാധിക്കില്ല എന്നൊക്കെ. അത്രയും നേരം ശാന്തയായിട്ടിരിക്കുകയായിരുന്ന സാങ്സാങ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ്, സത്യത്തിൽ എനിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസും ഇല്ല. ഫൂസിക്കും കാര്യം മനസ്സിലാകുന്നു. സാങ്സാങ്ങിൻ്റെ ഉള്ളിലുള്ള ഹെവൻലി ഗോഡ് പുറത്തു വന്നു എന്ന്. ഫൂസി പറയുകയാണ്, നീ എന്നെ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ നിന്നെയും മനസ്സിലാക്കി. ഇത്രയും നാൾ നിന്നെ മനസ്സിലാക്കിയിട്ടും ഞാൻ പല സ്ഥലങ്ങളിലൂടെ കൊണ്ടു നടന്നു. നിനക്ക് ഭക്ഷണം നൽകി, ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തന്നു. അതുപോലെ തന്നെ നിൻകയുമായിട്ടുള്ള നിന്റെ വിവാഹവും നടത്തി. ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷം. ഭൂമിയിലുള്ള മനുഷ്യരെ നീ വെറും പുഴുവായിട്ടല്ലേ കാണുന്നത്. ഇപ്പോൾ ആ പുഴുവിനെ തന്നെ നീ വിവാഹം കഴിച്ചിരിക്കുന്നു. ഒന്ന് കളിയാക്കുന്ന രീതിയിലാണ് ഫൂസി അത് പറയുന്നത്. ഇനി ശേഷിച്ച കാലം മുഴുവൻ നീ ഇവിടെ തന്നെ ജീവിക്കൂ. ഹെവൻലി ഗോഡ് ശേഷിച്ച കാലം അവിടെ തന്നെ ജീവിക്കാനുള്ള പണിയൊക്കെ ഫൂസി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഫൂസി അങ്ങനെ പറഞ്ഞത്. ഫൂസി തുടർന്ന് പറയുകയാണ്, കുറേ നാളായിട്ട് എന്നെ കണ്ടുപിടിച്ച് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നതല്ലേ? ഞാനിപ്പോൾ നിന്നെ ഫൈറ്റിന് ക്ഷണിക്കുകയാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറുന്നു. പല സ്ഥലങ്ങളിലുള്ള എല്ലാ പ്രധാനപ്പെട്ടവരും അത് മനസ്സിലാക്കുന്നതായി കാണിക്കുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ആകാശത്തേക്ക് നോക്കുന്നതായി കാണിക്കുന്നു. സാങ്സാങ് അപ്പോഴേക്കും സമയമായെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഉയരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് കറുത്ത പുകയും വെളുത്ത പുകയും ഒരേ സമയം പുറത്തേക്ക് വരുന്നുണ്ട്. ഫൂസി പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായ പ്രകാശം എന്നത് പൂർണ്ണമായ അന്ധകാരം തന്നെയാണ്. അതിനെ തന്നെ ആയിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത്. ഉയർന്നു പോകുന്ന സാങ്സാങ്ങിനെ കണ്ട് നിൻകെ ഉച്ചത്തിൽ സാങ്സാങ്ങിൻ്റെ പേര് വിളിക്കുന്നുണ്ട്.
അവസാനം അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി സാങ്സാങ് എന്ന് ഉച്ചത്തിൽ വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടി വരികയൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. സാങ്സാങ് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പ്രകാശത്തിൽ ലയിച്ചു ചേരുന്നു. ചന്ദ്രനെ പോലത്തെ വലിയൊരു പ്രകാശം അവിടെ പ്രത്യക്ഷമായിരുന്നു. ആ പ്രകാശത്തിലാണ് ലയിച്ചു ചേർന്നത്. ഇതേ സമയം സാങ്സാങ്ങിൻ്റെ രൂപവും മാറി. സാങ്സാങ് എപ്പോഴും അവളുടെ കൂടെയുള്ള ഒരു സ്ത്രീയെ പോലെ ഒരു സ്ത്രീയെ കാണാറില്ലേ, അതുതന്നെയാണ് ഇപ്പോൾ സാങ്സാങ്ങിൻ്റെ രൂപം. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഹെവൻലി ഗോഡ് തന്നെയായിരുന്നു അത്. ഉടനെ തന്നെ ഫൂസിയും അയാളുടെ ശക്തി ഉപയോഗിച്ച് സാങ്സാങ്ങിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നു. നിങ്കെ അതും കാണുന്നുണ്ടായിരുന്നു. അവൻ ഉച്ചത്തിൽ ഫൂസിയുടെ പേര് വിളിച്ചുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അല്പം കഴിയുമ്പോൾ ഫൂസിയും സാങ്സാങ്ങിൻ്റെ ഇപ്പോഴത്തെ രൂപത്തിൻ്റെ അടുത്തെത്തുകയും അത് ഹെവൻലി ഗോഡാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്കെ ഓടി അവരുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുവെങ്കിലും അവർ മുകളിലായതുകൊണ്ട് തന്നെ നിങ്കയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ പ്രകാശത്താൽ അവൻ്റെ കണ്ണുപോലും മൂടിപ്പോയി. ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അതൊക്കെ അവൻ കാണുവാൻ ശ്രമിച്ചു. ദൂരെ നിന്ന് അവരുടെ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും അത് കാണുന്നുണ്ടായിരുന്നു. ഷീലിങ്ങിൻ്റെ അധികാരിയും യേഹോങ്യുവും ബുക്ക്മാനിയാക്കും ഷീലിങ്ങിലുള്ള മറ്റുള്ളവരും പിയും നോളജ് ആൻഡ് ഒബീസിയൻസിലെ മാസ്റ്ററും എല്ലാവരും അത് കാണുന്നുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചില്ല. പക്ഷേ ചിലർ ഫൂസിക്ക് പ്രണാമങ്ങൾ നേരുന്നുണ്ട്. പിക്കും ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമം മൂലം അവൻ കരഞ്ഞു പോകുന്നു. അതായത് ഫൂസി ഈ ലോകത്തിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ കടലിൽ തോണിയിൽ നിൽക്കുന്ന പിയുടെ ഫാദറായിട്ടുള്ള മൊണാസ്ട്രി ലീഡറിന് സന്തോഷമാകുന്നുണ്ട്. ഫൂസിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അയാൾക്ക് കരയിലേക്ക് പോകാനാവുകയുള്ളൂ. ഫൂസിയുടെ ശക്തിയാണ് അയാളെ കരയിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നത്. പിന്നെ വീണ്ടും ഫൂസിയെ കാണിക്കുന്നുണ്ട്. ഫൂസിക്ക് ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. നിനക്ക് തിരികെ ഹെവനിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൂസി ഹെവൻലി ഗോഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിനിടയിൽ ഫൂസി ഹെവൻലി ഗോഡിൻ്റെ കാലിന് ഒരു അടി കൊടുക്കുന്നു. പിന്നെയുള്ള അറ്റാക്കിൽ ഫൂസിയും ഹെവൻലി ഗോഡും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫൂസിക്ക് ഹെവൻലി ഗോഡിനെ ചെറുതായിട്ട് ഒന്ന് തൊടാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്നാൽ ഹെവനിലേക്ക് തിരികെ പോയത് ഫൂസിയാണ്. ആ അറ്റാക്കിൽ എങ്ങനെയാണ് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോയതെന്ന് അറിയില്ല. നിങ്കെ അതെല്ലാം കണ്ട് എന്തോ വലിയത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി രണ്ടുപേരുടെയും പേര് ഉച്ചത്തിൽ വിളിച്ച് ഒരുപാട് കരഞ്ഞ് തളർന്ന് വീണു പോകുന്നു. മറ്റൊരു സ്ഥലത്ത് അറവുകാരനും കുടിയനും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അറവുകാരൻ പറയുകയാണ്, നീ ഹെവൻലി ഗോഡിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഹെവൻലി ഗോഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. നീ എത്ര തന്നെ പവർഫുൾ ആണെങ്കിലും ഹെവൻലി ഗോഡിൻ്റെ മുമ്പിൽ നീ വെറും പുഴു മാത്രമാണ്. നീ എന്തൊക്കെ തന്നെ ചെയ്താലും വിധി മാറാൻ പോകുന്നില്ല. മറ്റേ വ്യക്തിയും ഫൂസിയെ കളിയാകുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞവർ പരസ്പരം ചിരിക്കുന്നുണ്ട്. പിന്നെ മൊണാസ്ട്രി ലീഡർ ആ തോണി കരയിൽ അടുപ്പിച്ച് കരയിലിറങ്ങുന്നത് കാണിക്കുന്നു. അപ്പോഴേക്കും ഫൂസിയുടെ സ്റ്റിക്ക് അയാളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അയാൾ അല്പം മാറി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതായി കേൾക്കാം, ഇത്രയും നാൾ ഇതായിരുന്നു എന്നെ കടലിലേക്ക് ആട്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് കാരണമായിരുന്നു എനിക്ക് കരയിൽ കാല് കുത്താൻ സാധിക്കാതിരുന്നത്. ഇപ്പോൾ നീ ഈ ഭൂമി വിട്ടുപോയി. ഈ വടിക്ക് ഇപ്പോഴും എന്നെ തടയാനാകുമോ? പിന്നെ കാണിക്കുന്നത് നല്ലവണ്ണം തിളങ്ങി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന ഫൂസിയുടെ ശിഷ്യന്മാരെയാണ്. അവരെല്ലാവരും തന്നെ നല്ല വിഷമത്തിലാണ്. പിന്നെ ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നതായി കേൾക്കാം, ഫൂസി ആകാശത്തിലേക്ക് പോയതിന് ശേഷം ഭൂമിയിൽ കുറേ നാളത്തേക്ക് മഞ്ഞുവീഴ്ചയായിരുന്നു. അതും വളരെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ശാന്തതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മഞ്ഞുവീഴ്ച തുടർച്ചയായിട്ട് കുറേ നാളത്തേക്കുണ്ടായി. ആ മഞ്ഞുവീഴ്ച പോലും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാരണം ഇതിനു മുമ്പൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജനറൽ മാ അവശനായി കിടക്കുന്ന രാജാവിനെ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഷിയാത്തിയ രാജ്ഞി അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. രാജാവ് റെസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. എന്നാൽ വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, തനിക്ക് രാജാവിനെ കണ്ടേ മതിയാകൂ എന്ന് മായും പറയുന്നു. അതിന് സമ്മതിച്ചില്ലെങ്കിൽ തനിക്ക് അതിക്രമിച്ച് കയറേണ്ടി വരുമെന്ന് പറയുമ്പോൾ രാജാവും അത് കേൾക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാജാവും അവശനായി അത് സമ്മതിക്കുന്നു. കാരണം രാജാവ് നല്ല അവശതയിലാണ്, മരണത്തിന്റെ വക്കിലാണ്. ജനറൽ മാ അതിനുശേഷം കയറിക്കഴിഞ്ഞ് രാജാവിനെ വണങ്ങി കഴിയുമ്പോൾ തന്നെ രാജാവ് എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരുപാട് വിഷമത്തോടെ ഫൂസി ആകാശത്തിലേക്ക് പോയി എന്ന ദുഃഖവാർത്ത രാജാവിനെ അദ്ദേഹം അറിയിക്കുന്നു. അത് കേട്ട് ഷിയാത്തിയ രാജ്ഞിയും രാജാവും ഒക്കെ ഞെട്ടുന്നു. കാരണം ഫൂസിയിലായിരുന്നു രാജാവിൻ്റെ പോലും അവസാനത്തെ പ്രതീക്ഷ. ഫൂസി ഈ ലോകം വിട്ടുപോയി എന്ന വാർത്ത കേട്ട് കഴിയുമ്പോൾ ആകെ ഷോക്കായി രാജാവ് ചോര തുപ്പുന്നു. അതോടൊപ്പം തന്നെ രാജാവ് മരിക്കുകയും ചെയ്യുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കുറേ നാളായിട്ട് അവശതയിലായിരുന്നല്ലോ രാജാവ്.
രാജാവ് മരണത്തിൻ്റെ വക്കിൽ തന്നെയായിരുന്നു. ആ ഒരു വാർത്ത കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായി മരിക്കുകയായിരുന്നു. പിന്നെ ജനറൽ മായും ഷിയാത്തിയ രാജ്ഞിയും ഒക്കെ പൊട്ടിക്കരയുന്നത് കാണിക്കുന്നു. ഷിയാത്തിയ രാജ്ഞി രാജാവിനെ വിളിച്ച് അലമുറയിട്ട് കരയുന്നു. ഇതേ സമയം തന്നെ മൊണാസ്ട്രി ലീഡറിനെ കരയിലേക്ക് കടക്കുന്നതിൽ എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഫൂസിയുടെ ആ സ്റ്റിക്ക് നിലത്തേക്ക് വീഴുന്നതായും കാണിക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ മൊണാസ്ട്രി ലീഡർ കരയിലൂടെ നടന്നു പോകുന്നതായി കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സമയം കിട്ടുന്നത് പോലെ ഓരോ എപ്പിസോഡുകളായി പതുക്കെ പതുക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണാൻ ശ്രമിക്കും. അതുവരെ ഗുഡ് ബൈ.